നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ല ഏതെന്ന് എടുത്തു പരിശോധിക്കപ്പോ ഈ 2024 ഈ മാസത്തിൽ പരിശോധിക്കും. നിങ്ങളെ മലപ്പുറം ജില്ലയാണ്. ആരാ കൂട്ടുപിടിച്ചു കൊടുത്തത്? 2023 അത് ചെയ്തു തീർക്കുന്നത്. ഒരുപാട് കൊല്ലം മുമ്പല്ല. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഗുണ്ട ആക്രമണം, തൃശൂരിൽ ഗുണ്ട ആക്രമണം, കൊച്ചിയിൽ ഗുണ്ട ആക്രമണം എത്ര കേട്ടിട്ടുണ്ട്? മലപ്പുറത്തൊരു ഗുണ്ട ആക്രമണം നിങ്ങൾ പറ. മഞ്ചേരിയില്, കൊണ്ടോട്ടിയില്, ഈ ആക്കോടില് നിങ്ങൾ പറ. മലയാള സിനിമയിൽ എത്ര സിനിമാ കഥകൾ വന്നിട്ടുണ്ട്? ഇന്ന് വരെ മലപ്പുറം ഒരു ഗുണ്ട കേന്ദ്രം. പലതരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. പ്രിയദർശന്റെ ഒക്കെ വളിഞ്ഞ തമാശകൾ, മാപ്പിളയെ കളിയാക്കുന്ന തമാശകൾ, എത്രയോ ഭാഷയെ കളിയാക്കുന്ന തമാശകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സിനിമയും. പക്ഷേ മലപ്പുറം ഗുണ്ടകളുടെ, പോക്കരികളുടെ ഒരിടമാണെന്ന് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും. എന്നാൽ ആ മലപ്പുറം ജില്ല ക്രൈം റേറ്റിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡിസ്ട്രിക്റ്റ് ആണ്. അറിയോ നിങ്ങള്? ആരുടെ കാലത്ത്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പുന്നാരമോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ കാലത്ത്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തക്ബീറല്ലേണ്ട കാര്യപ്പ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ആഘോഷിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പറയാൻ എല്ലാവരും എഴുന്നേറ്റ് തക്ബീറല്ലേണ്ട. ഇത് ചരിത്ര തമാശയാക്കേണ്ട കേസല്ല സ്നേഹമുള്ളവരെ, ഇത് രേഖയാണ്. നിങ്ങളുടെയും എന്റെയും ജില്ല. എന്താ കാര്യം? ഞാനും അഷ്കറും ബൈക്കിൽ പോവാണ്, ഹെൽമറ്റ് ഇല്ല, പോലീസ് പിടിക്കും, ചെറിയ കേസ്, പിഴയടക്കണം അല്ലേ? പിഴ അടക്കുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ? എന്റെ പേരിൽ ഒരു കേസ്, ഒരുപാട് കേസിൽ ജബ്ബാർ ഹാജി ഇടപെട്ടിട്ടുണ്ടാവും. ചോദിക്ക്. ഇത് നൗഷാദിലുണ്ട് ഇവിടെ, ചോദിക്കുങ്ങൾ. നൗഷാദിന്റെ ഇവിടെ ചോദിക്ക്. നിങ്ങള് വക്കീലല്ലേ? എന്താ കേസ് ഉണ്ടാവുക? അഷ്കറിന്റെ പേരിൽ ഒരു കേസ്, ഒരു FIR, ക്രൈം റേറ്റ് ആയില്ലേ 1. എന്റെ പേരിൽ വേറെ FIR. ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ 10 പേരുണ്ടോ? 10 FIR. അങ്ങനെയാണോ? FIR-കൾ മാറ്റി 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 മാറ്റിയിട്ട് എണ്ണം കൂട്ടി. മെനഞ്ഞാന്ന് ഒരു ഉളുപ്പും മര്യാദയില്ലാതെ അൻവറിന് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ നൈസായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഇന്ത്യയിൽ, കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് കരിപ്പൂരിലാണ് എന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ആരുടെ കണക്കാ? ആര് പറഞ്ഞ കണക്കാ? നീ പറഞ്ഞു വിട്ട, മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട സുജിത് ദാസും അജിത്തും കൂടെ ചേർന്നുണ്ടാക്കിയ കണക്കാണ് അല്ലേ? നിങ്ങൾ തന്നെ കേസ് ഉണ്ടാക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട RSSകാരായ പോലീസുകാർ വന്നിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുക. എന്നിട്ടോ ആ കള്ളക്കേസുകളുടെ കണക്ക് ഒരു ഉളുപ്പില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുക. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ അപകടപ്പെട്ട പണിയാണ്. RSS പതിറ്റാണ്ടുകളായി ചെയ്യാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്തായിരുന്നു കാര്യം എന്നറിയോ? കാരണം മടിയിൽ കനമല്ല, മടിയിൽ ഒരു പാറക്കല്ലിരിക്കുന്നവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്. അറിയങ്ങള്? മടിയിൽ കനെന്നൊന്നും പറഞ്ഞൂടാ, എഴുന്നേക്കാനൊക്കെ പറ്റൂല. ആ ജാതി പാറക്കല്ലായിരിക്കണത്. കാരണം ഇപ്പൊ തുടങ്ങിയ കക്കലല്ല, ലാവ്ലിംഗ് കേസ് മുതൽ. അവ ചോദിച്ചാ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ പറയുന്നതാണ് എന്ന്. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിലല്ല. നിങ്ങൾ അറിയുമോ, ഒരു നിയമസഭാ സാമാജികനായാൽ നമുക്ക് പല രേഖകളും കിട്ടും. ഞാൻ ഒരു പക്ഷേ ആ സഭയിൽ നിന്ന് മാറി എനിക്കത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഞാൻ ഞെട്ടിപ്പോയ കഥ 2020 നേരത്തെ അഷ്കർ പറഞ്ഞ പോലെ നിയമസഭയിൽ ഞാൻ പറയുന്നത്. 2018 റെയ്ഡ് നടക്കുന്നു. ആരുടെ ഓഫീസിൽ എന്നറിയോ? കർത്തയുടെ ഓഫീസിൽ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയ ED കൊടുത്ത കൺക്ലൂഷൻ എന്താണെന്നറിയോ? ഇതിന്റെ ഭാഗമായി ഊരാലുങ്കൽ സൊസൈറ്റിയിലേക്ക് പോകണം. രണ്ടാമതോ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക് പോകണം. ആ അന്വേഷണം അവിടെ അവസാനിച്ചു. ആരാ അന്വേഷിക്കുന്നത്? ED ആണ്. ഏതാ ED? കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘമാണ്. കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് അതിനെ ഇല്ലാതെയാക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ തള്ളി യാത്ര നടത്തി തെരുവുകൾ മുഴുവൻ സംഘർഷഭരിതമാക്കിയിരുന്ന BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇല്ല എവിടെ?
ഇവിടെ എന്തെല്ലാം വിഷയമുണ്ടായി? നിങ്ങൾ അയാളെ കണ്ടോ? മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ, ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ ഏറ്റവും കടുത്ത നിശബ്ദത BJP വെച്ച് പുലർത്തുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് മിണ്ടാനാവില്ല. ഞങ്ങൾ ചോദിച്ചു ഈ രാഷ്ട്രീയ ധാരണയുടെ പേരിൽ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മലപ്പുറത്ത് ജബറാജിക്കാക്ക് പിന്നെ അറിയാൻ, ഞാൻ വീണ്ടും കോട്ട് ചെയ്യാണ്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. എത്ര കോൺട്രാക്ടർമാർ, മലപ്പുറം ജില്ലയിലെ DYFIക്കാർ, മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസുകാർ, മലപ്പുറം ജില്ലയിലെ യൂത്ത് ലീഗുകാർ, ചെറിയ ചെറിയ കോൺട്രാക്ടർമാരാണ്. എന്താ കോൺട്രാക്ടർ? പണിയൊന്നും പഠിച്ചതല്ല. എന്നാലും പഞ്ചായത്തില് അവൻ 24 മണിക്കൂറും പൊതുപ്രവർത്തനാണ്. അതിനിടയിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു 2 ലക്ഷം 3 ലക്ഷത്തിന്റെ ഒരു റോഡ് കല്ലിടല്, അല്ലെങ്കിൽ ഒരു പൊതുകിണർ കുഴിക്കല്, അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് ജീവിക്കും. ചെറിയ പൈസ അല്ലേ? ഒരു മാസമൊക്കെ ആയാൽ ഒരു 10-30,000 രൂപ ബാക്കിയാവും. ചെറിയ കോൺട്രാക്ടർമാർ എത്ര പേരുണ്ടായിരുന്നു നമുക്കിടയിൽ. പിന്നെ കുറച്ച് വലിയ കോൺട്രാക്ടർമാർ മലപ്പുറം ജില്ലയില്, എത്ര വലിയ വലിയ കോൺട്രാക്ടർമാർ. അവർ ഈ നാട്ടില് ഒരു ബൈത്രാമുണ്ടോ? നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഓരോ കയ്യിൽ പൈസ ഉണ്ടാവും, ഒരു തരും. നാട്ടിലൊരു പാവപ്പെട്ട ഒരു സുകന്യ, അവൻ തരും. ഡയൽ സെന്ററിൽ മെഷീൻ വേണം, അവൻ തരും. ആ കോൺട്രാക്ടർ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്ക്. പണിയില്ല. ആരാ പണി? ഒക്കെ ഊരാലിങ്കലാണ്. DYFIക്കാരന് പണിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാരന് പണിയില്ല, യൂത്ത് ലീഗുകാരന് പണിയില്ല, എല്ലാം ഊരാലുങ്കൽ. എന്നാ ഊരാലിങ്കലിന്റെ പണത്തിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയോ? ആരുടെ പണാണ്? എവിടുത്തെ പണാണ്? ഞാൻ 1000 വട്ടം ചോദിച്ചു. എന്നിട്ട് ആ ഊരാലിങ്കലിന്റെ കോടികളുടെ പൈസ ഉണ്ട്. ചോദിക്കുന്ന എന്നെ സോപ്പിടാൻ വരിക. വർത്താനം നിർത്തിയാൽ പതുക്കെ. ഞാൻ ആദ്യം നിയമസഭയിൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചു. ചോദിക്കുമ്പോ പറയേണ്ടി വന്നാ പറയാം. അതിന്റെ ആൾക്കാർ വരിക. എന്നിട്ട് പറയാ, എന്തിനാ ഞങ്ങള് ഇങ്ങനെയൊക്കെ പറയണത്? എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ പറയൂ. പറയുന്നതിനോടെ കോടിക്കണക്കിന് രൂപയുടെ, നിങ്ങളും ഞാനും വിചാരിക്കുന്ന പൈസ അല്ല, ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപം ഊരാലുങ്കലിൽ കൊണ്ടുപോയി ഇട്ടത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ CPM അടക്കമുള്ളവരുടെ പൈസയാണ്, നേതാക്കന്മാരുടെ. സഖാക്കൾക്ക് അറിയോ? നിങ്ങളൊന്ന് EP ജയരാജനെ പൂർണ്ണമായിട്ട് പടക്കി നോക്ക്, കണക്ക് പുറത്തു വരും. പൂർണ്ണമായി പണക്കി നോക്ക്. ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കുന്നത് കണക്ക് പുറത്തു വരുന്നതിന്റെ ഭയത്തിന്റെ പേരിലാണ്. എത്ര പേർ, എത്ര ആളുകൾക്ക് തൊഴിലില്ലാതായി, എത്ര കോൺട്രാക്ടർമാരുടെ പദ്ധതികൾ അടഞ്ഞുപോയി. എനിക്കറിയാം, കോഴിക്കോട്ടങ്ങാടിയിലെ പ്രമുഖരായ 2 കോൺട്രാക്ടർമാർ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ട് അവസാനം കൈകളിലുള്ള ടിപ്പർ ലോറി അടക്കം വിൽക്കേണ്ടി വന്ന ഗതികേടുണ്ടാക്കി. ഇത് ചെറിയ ഒരു അഴിമതിയല്ല. അൻവർ പറയണ സ്വർണ്ണക്കടത്ത് കേസിന്റെ കേസ് മാത്രമല്ല, ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കയ്യിൽ ഈ രേഖ കിട്ടിയപ്പോ നിയമസഭയിൽ 2020 ഞാൻ ചോദിച്ചത്, മുഖ്യമന്ത്രിയുടെ രക്തബന്ധു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകള്? ഇന്നലെയും അൻവർ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞ വസ്തുതകളോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. വൈകിയാണെങ്കിലും പറഞ്ഞല്ലോ അൻവറെ, പറഞ്ഞല്ലോ. ഞാൻ ഒരു പരിഹാസത്തിനും കളിയാക്കലിനും ഞാനില്ല. പക്ഷെ ഇന്നലെയും അൻവറിനോട് പത്രക്കാർ ചോദിക്കുമ്പോ എന്താ ചോദിച്ചെന്നറിയോ? പൂരം കലക്കാൻ ആരാണ് അതിന്റെ പിറകിലെന്നറിയാമോ? അതിന് അൻവറിന്റെ മറുപടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ മറുപടി എന്നറിയോ? കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുള്ളവരാര്? അവരായിരിക്കുമല്ലോ. അൻവർ ഇപ്പോഴും മല്ലോ കില്ലോല വന്നിക്കണത്. എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് ചങ്കൂറ്റത്തോടെ ഞങ്ങൾ പറഞ്ഞിട്ട് 10 കൊല്ലത്തോളമായി. അറിയോ ഞങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് 5-8 കൊല്ലായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അറിയാമല്ലോ, നോക്കാമല്ലോ എന്നാണ്. ഞങ്ങൾക്കൊരു മല്ലോ ഇല്ല. കാരണം ഇവന്റെ ഒന്നും ചെലവിലല്ല ഞങ്ങൾ ജീവിക്കണത്. ഒരു മുഖ്യമന്ത്രിയുടെയും ചെലവിലല്ല, ഒരു ഗവൺമെന്റിന്റെയും ചെലവിലല്ല. പിന്നെ നിങ്ങളങ്ങ് ശരിയാക്കുന്നു പറയണമെങ്കിൽ അങ്ങനെയുണ്ട്. ഭയപ്പെടുത്തുക, ആദ്യം വന്ന് പീഡിപ്പിക്കും, പിന്നെ ഭയപ്പെടുത്തും, കേസ് കൊടുക്കുന്നു പറയും. ഇതൊക്കെയാണ്. കേസിലൊക്കെ കുടുക്കിയാൽ ഭയം വേണമെങ്കിലേ കൊടുക്കാവുന്ന എന്തെങ്കിലും ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് തോന്നണ്ടേ? അതല്ലെങ്കിൽ കോടതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടണ്ടേ? എന്റെ അടുത്ത് വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുക്കിക്കോ, നിങ്ങള് ആകാവുന്ന അത്ര കുടുക്കിക്കോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ 10 കൊല്ലം MLA ആയി നിന്നത് എന്റെ CPM-കാരാ. നേരത്തെ ഇവിടുന്ന് അഷ്കർ പറഞ്ഞ ചടയനടക്കമുള്ള കണ്ണൂരിലെ CPM-ന്റെ കോട്ടയിൽ നിന്നിട്ടാണ് MLA ആയതും അതിജയിച്ച് നിയമസഭയിൽ പോയതും. ജയിച്ച വോട്ടുകൾ കൊണ്ടോട്ടിക്കാട്ടി തരുന്ന പോലെ 15,000 20,000 ഒന്നല്ല, ഒരു 300 ഒരു 400 അല്ലേ? ആ 300 400 ഒക്കെ മതി.
മനസ്സിലായങ്ങള്? പറയേണ്ടത് പറയാൻ നിങ്ങളെ പേടിച്ചിട്ടൊന്നും അല്ല CPM-കാരെ, ഭയമില്ല. കാരണം എന്താ അറിയോ, എന്റെ വാപ്പയും മലപ്പുറത്ത് പോയതാണ്, ഏറനാട്ടിൽ പോയവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം പറയേണ്ടത് ആരുടെങ്കിലും മുമ്പിൽ മുട്ടുവളച്ച് പറയുന്നവരല്ല ഈ ജില്ലയിലുള്ളവരെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയണത്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ആകാവുന്ന പണികൾ തന്നിട്ടുണ്ട്, ചെയ്യാവുന്ന ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയാതെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യയടക്കം എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് പോലും നിങ്ങൾ അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത് നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കക്കുന്ന വസ്തുതകൾ, അതിനല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചത്, അതിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ കൊടിയും പിടിച്ച് ഇതാ ഇവിടെ നിൽക്കല്ലേ നിങ്ങൾ? ഈ രാത്രി ഈ സമയം മഴ പെയ്തേക്കുമോ എന്ന് കരുതി മുകളിൽ ഒരു പന്തല് കെട്ടി അല്ലേ? ഇന്നലെ ഇവിടെ നടക്കേണ്ട പൊതുയോഗം ഇന്നത്തേക്ക് മാറ്റി. എന്തിന്? നിങ്ങളുടെ ആരുടെ കുടുംബം പോറ്റാൻ? നിങ്ങൾക്ക് എന്തിനു വേണ്ടി? ഒരു ലക്ഷ്യമുണ്ട്, ഈ നാട് നന്നാവണം, ഈ സമൂഹം നന്നാവണം, ഈ സമുദായം നന്നാവണം. അതല്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വോട്ട് തരുന്നത്? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ MLA ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ MP ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കുന്നത്? നിങ്ങളെ വീട്ടിലെ കാര്യമല്ലല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ചിലപ്പോഴൊക്കെ കാണാം നമ്മളെ രസമുള്ള ഫോട്ടോ ഒട്ടിക്കുന്ന കുറെ പാവങ്ങൾ. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്താ മോനെന്ന് വെച്ചിട്ട് കൂട്ടിപ്പിടിച്ചാൽ പോലും അറിയില്ല എന്റെ ഫോട്ടോ ആണ് ഒട്ടിക്കണത്. എന്നെ മനസ്സിലാവൂല. പാവങ്ങള് ആരെന്നറിയില്ല, എന്തിനെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ്? അവർ വോട്ടു തന്ന് ജയിപ്പിച്ചാൽ അവിടെ പോയി കിടന്നുറങ്ങാനല്ല, ഇത്തരം കള്ളന്മാർക്കെതിരെ വിളിച്ചു പറയുമെന്ന വിശ്വാസമാണ് അവൻ വോട്ടാക്കി തരുന്നത്, അവനെടുക്കുന്ന പണി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഉത്തരവാദിത്തം തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട്. ഞാൻ അന്നും പറഞ്ഞു, കണ്ണൂരിൽ P. ജയരാജൻ എന്ന് പറയുന്ന കൊലയാളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി ജയരാജൻ. ഞാൻ പറഞ്ഞു, ജയരാജ, എന്റെ എത്ര സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട ഹനീഫ്. ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുമ്പോ ഹനീഫിനെ ഓർക്കുകയായിരുന്നു. CH ചെയർ സ്ഥാപിക്കുന്ന സമയത്ത് ഹനീഫിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. ചാടി നടന്നു. അന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷററാണ് ഹനീഫ്. രാപ്പകലില്ലാതെ കോഴിക്കോടുണ്ടാകും. ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട ഹനീഫ് ഒരു ദിവസം ക്യാൻസർ വന്നങ്ങ് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട ഉബൈദ്, അവനങ്ങ് പാലക്കാടാണ്, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്. ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും തമാശയാക്കി കളിയാക്കുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഉബൈദ് മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. എത്ര പേര് ഏതെല്ലാം തരത്തിൽ എന്ന് കരുതിയിട്ട് ആ മരണല്ലേ ആർക്കും വരാനുള്ളതല്ലേ? അതിനൊന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയേ. ഓർത്തോങ്ങള്, ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധമായി നേരോടെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറയും. കാരണം എന്തെന്നറിയുമോ? ഈ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ച മാത്രമല്ല, അത് അർദ്ധചന്ദ്ര താരാങ്കിതമായ ഖായിദ മില്ലത്ത് മുഹമ്മദ് സാഹിബ് ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യമാണ്. അത് ചെയ്യും. അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട വിഷയമല്ല, ആരെയും ഭയപ്പെടേണ്ട വിഷയമല്ല. നാട് കട്ട് തീർക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കട്ട് തീർക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷത്തുള്ള എല്ലാവരും, ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നിശബ്ദരാകുന്നവരൊക്കെ നാളെ വില കൊടുക്കേണ്ടി വരും. അത് CPI ആയാലും അതിനകത്തുള്ള ഏത് കക്ഷികളായാലും. അതിനപ്പുറം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടിയുണ്ട്. എന്താണെന്ന് അറിയുമോ? ഇതിനകത്ത് നേരാവണ്ണം നടക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സുനിൽകുമാർ, CPIയുടെ സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഈ പൂരം കലക്കി തോൽപ്പിക്കപ്പെട്ട സുനിൽകുമാർ ഉണ്ടായിരുന്നു. അവിടെ VD സതീശൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവിനോടും ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ ഈ പ്രതീക്ഷയെ, അവരുടെ നിരാശയെ രാഷ്ട്രീയത്തോടുള്ള നിരാശയായിട്ടല്ല തിരുത്താനാവണം. ഇന്ത്യയിൽ രാഹുൽ നയിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. രാഹുൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു വന്നപ്പോ BJP പറഞ്ഞൊരു വർത്താനമുണ്ട്. രാഹുൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ല. ആരോട്? പപ്പൂന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരാണ്. BJPയെ കൊണ്ടത് പറയിപ്പിക്കാൻ കഴിഞ്ഞത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനാണ്. രാഹുൽ രാഷ്ട്രീയത്തിൽ വളർത്തി വരുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ജനങ്ങളുടെ, പാവപ്പെട്ടവന്റെ, ബുദ്ധിമുട്ടുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, അവന്റെ കൂടെ നിന്ന് രാഷ്ട്രീയം പറയേണ്ടുന്ന കാലമാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച, കേരളത്തിൽ മുഴുക്കെ തന്നെ നടക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നിസ്സാരമായി നിങ്ങൾ കാണരുത്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമാനമായ ജനസംഖ്യാക്രമമുള്ള നാടാണ് ആസാം.
ആസാം ഭരിക്കുന്നത് BJP ആണ്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇവിടെ നടക്കൂല, ഇവിടെ സാധ്യല്ല, വെറുതെയാണ്. നിങ്ങളും ഞാനും ഇരിക്കുന്ന തരിച്ചരിച്ചരിച്ച് RSSകാരന്റെ പദ്ധതി നടപ്പിലാക്കാൻ വരുന്നുണ്ട്. ലീഗിന്റെ പ്രതിരോധം രാഷ്ട്രീയമാണ്. RSSനെ ശരിയാക്കണമെന്ന് പറഞ്ഞു വന്ന തീവ്ര സംഘത്തെ നമ്മൾ തന്നെയാണ് തുരുത്തിയത്. അത് മാർഗമല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് 2024 ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മാർഗമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, കർണാടകയിൽ RSSന്റെ വേരറുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് കാറ്റുമതി. 82% ഹിന്ദുക്കളുള്ള കർണാടകയിൽ RSS തോറ്റു. എന്താ കാര്യം? സിദ്ധരാമയ്യയും TK-യും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ തരംഗം വന്നു. രാഹുലിന്റെ തരംഗത്തിൽ UP പോലും BJP തകർന്നു. എന്നാൽ കേരളത്തില് ഈ രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ കിട്ടേണ്ട ഒരു സീറ്റ് ജനാധിപത്യ മുന്നണിക്കല്ല, LDF-നായാലും UDF-നായാലും BJP. മറ്റെല്ലാ സ്റ്റേറ്റുകളിലും BJP മൂക്കുകുത്തി വീണപ്പോ എങ്ങനെയാണ് BJP കേരളത്തിൽ എഴുന്നേറ്റ് നിന്നത്? ഇതൊരു കണക്കാണ്, ഇതൊരു പാഠമാണ്. കേരളത്തിൽ വർഗീയത അടിവേരിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പിച്ചോ, ഒരു തരംഗത്തിന് അത് മാറ്റാനാവില്ല. ഇക്വേഷനുകളെ മാറ്റിമറിച്ചെടുക്കാനും പ്രയാസമുണ്ടാവില്ല. ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ കാണണം. ഇതൊരു തമാശന്റെ കളിയല്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയ ബോധം മറന്നുകൊണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.